നമസ്കാരം. കെ ന്യൂസിന്റെ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃത്താല ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കൂടല്ലൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി EP ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചത്. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ആനക്കരയുടെ പഞ്ചായത്തിന്റെ വീതം അങ്ങനെ 3, 8, 7, 8, 9, 10 പിന്നെ 10, 15 പട്ടിത്തറ പഞ്ചായത്തിന്റെ ഒരു വാർഡാണുള്ളത്. പോയടത്തുനിന്ന് ഒരു കുഴപ്പമില്ല. ആൾക്കാരെ പിന്നെ കുറെ കാലമായിട്ട് നേരിട്ട് ആൾക്കാരെ അറിയുകൊണ്ട് പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതെ, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നല്ലേ? എന്നാലും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിൽ ഒരുപാട് കാലമായിട്ട് നമ്മുടെ പ്രദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. മുട്ടകളത്താലും മണ്ണയെടുത്താലും എല്ലാ ഭാഗത്ത് പോയാലും ഒരുവിധ ആൾക്കാർ പരിചയമുള്ള ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് ഉൾപ്പെടുന്ന മറ്റൊരു കാര്യം ചോദിക്കണം. നമ്മൾ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുവർഷം ഭരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭൂരിപക്ഷമുള്ള ഒരു ബ്ലോക്കാണ് തൃത്താല ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു മാറ്റം ഇപ്രാവശ്യം വരുത്താൻ കഴിയുന്ന പ്രതീക്ഷയുണ്ടോ? തൃത്താല ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ 9 പ്രാവശ്യം കൂടെ UDF വെച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം മാറ്റം വരും, ഉറപ്പാണ്. മാറ്റം വരുത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഭരണ വിചാരം എല്ലാവർക്കും ഉണ്ട്. അത് കാരണം ഉൾപ്പെടുത്താണ്ട് ജയിക്കാനുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ പിന്നെ വെച്ചാൽ അങ്ങനത്തെ ഒരു വാർഡുകളാണുള്ളത്. അതെന്തായാലും ജനങ്ങൾക്കാരും മനസ്സിലായിട്ടില്ല. വാർഡ് എങ്ങനെ തിരിച്ചാലും UDF അധികാരത്തിൽ എത്തുന്നുണ്ട്. വാർഡ് ഇപ്പോ പലതരത്തിൽ വെട്ടിമുറിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്നും പ്രതീക്ഷയില്ല. ജനങ്ങൾക്ക് അപ്പുറം വിചാരമുണ്ട് UDF ജനങ്ങളെ വിജയിപ്പിക്കുക അങ്ങനെയുള്ളത്. നമുക്ക് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രതികാരം നമുക്ക് മനസ്സിലാവുന്നു. ഇതുവരെ നമ്മോടൊപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെച്ചത് തൃത്താല ബ്ലോക്കിലേക്ക് കൂടല്ലൂർ ഡിവിഷൻ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി EP ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.